അതായത് എന്താണ് നെഗറ്റീവ് തോട്ട്സ്, എങ്ങനെ നമുക്ക് നെഗറ്റീവ് തോട്ട്സിനെ തിരിച്ചറിയാം, എങ്ങനെ ഡിപ്രഷനെ തിരിച്ചറിയാം, അതൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. തീർച്ചയായിട്ടും നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് കൺസ്ട്രക്റ്റീവ് അല്ലാത്തതെല്ലാം നെഗറ്റീവ് തോട്ട്സ് ആണ്, കൺസ്ട്രക്റ്റീവ് അല്ലാത്തതല്ല. അപ്പൊ പോസിറ്റീവ് തോട്ട്സ് എന്ന് പറയുന്ന യഥാർത്ഥ ലൈഫ് കോച്ചിങ്ങിന്റെ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ഒരു ഗോളിലേക്ക് എത്താൻ സഹായിക്കുന്ന എല്ലാ തോട്ട്സും പോസിറ്റീവ് ആണ്. ഇനി അതിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗോളേ ഇല്ല, ആവശ്യമില്ലാത്ത ചിന്തകൾ, നമുക്ക് മൂവ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മളെ സ്റ്റാഗ്നന്റ് ആക്കുന്ന അങ്ങനത്തെ ചിന്തകളെല്ലാം നെഗറ്റീവാണ്. പക്ഷെ അവിടെ ഞാൻ കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് ഈ നെഗറ്റീവ് ചിന്തകൾ റിയൽ ആണെന്നൊരു തോന്നലും, പോസിറ്റീവ് ചിന്തകൾ സ്വപ്നമാണെന്നൊരു തോന്നലും, റിയൽ വേൾഡ് അല്ലാത്തൊരു തോന്നലും അല്ലേ? അപ്പൊ ആൾക്കാർ കൂടുതൽ നെഗറ്റീവിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യുകയും ചെയ്യും. ഇതിനുള്ള പ്രശ്നം ഹ്യൂമൻ ബീയിങ്ങിന് ഇന്നേറ്റ് ഒരു നേച്ചറുണ്ട് നെഗറ്റീവിലേക്ക് പോകാൻ. കാരണം നമുക്കറിയാം കേവ് മെൻസാവ് ആ ഒരു കാലഘട്ടം മുതൽ ആളുകൾക്ക് വേണ്ട 3 കാര്യങ്ങളാണ്, അതായത് അന്നുള്ള ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ട 3 കാര്യങ്ങളാണ്. അതൊക്കെ ഷെൽട്ടർ വേണം, ഫുഡ് വേണം, അവർക്ക് ഒരു സെക്ഷൽ പാർട്ണർ വേണം. ഈ 3 കാര്യങ്ങൾ മാത്രമേ വേണ്ടൂ. അപ്പൊ ഇത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മുഴുവൻ ഇവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കേവിന്റെ മുകളിലോ ട്രീയുടെ മുകളിലോ നോക്കിയിരിക്കുന്നത് എന്താണ്? ഏതെങ്കിലും ആനിമൽസോ അല്ലെങ്കിൽ ഇവനെക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള വേറൊരാളോ വന്ന് ഇവനെ ആക്രമിക്കും എന്നുള്ളൊരു ഭയം. അപ്പൊ 24/7 അഡ്രിനാലിൻ സെക്രീഷനാണ് നടക്കുന്നത് ബ്രെയിനിൽ. അതേ ജീനിന്റെ പാർട്ടാണ് നമ്മളൊക്കെ. നമ്മളിപ്പോ റൂമുകളിൽ ഇവിടെ ഇരുന്നു അല്ലെങ്കിൽ ഹൈടെക് ആയിട്ടുള്ള ഓഫീസുകളിൽ ഇരുന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നു, നെഗറ്റീവൊക്കെ നോക്കുന്നു. അപ്പൊ നമ്മൾ ഇവോൾവ് ചെയ്തു വന്ന ഒരു പ്രോസസ് ഉണ്ട്. അവിടെ കുറേയൊക്കെ ബ്രെയിൻ മാറി, അതായത് 60 lakhs years കൊണ്ടാണ് ഈ ഇവോൾവിംഗ് പ്രോസസ്സ് വരുന്നത്. അപ്പൊ ലാസ്റ്റ് 100 years ആയിട്ടാണ് ഈ ഒരു പോസിറ്റിവിറ്റി, ഈ പോസിറ്റീവ് സൈക്കോളജി വന്നിട്ട് ഒരു 50-60 വർഷങ്ങളെ ആവുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ചിന്തകൾ മാറാനും നമ്മൾ കുറച്ചുകൂടെ കൺസ്ട്രക്റ്റീവ് ആകാനും നമ്മൾ കുറച്ചുകൂടെ റിഫോം ചെയ്യാനും ട്രാൻസ്ഫോം ചെയ്യാനും പർപ്പസ്ഫുള്ളി നമ്മൾ ശ്രമിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണല്ലോ ഈ പോസിറ്റീവ് തോട്ട്സും പോസിറ്റീവ് സൈക്കോളജിയും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് വേണ്ടത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ പലർക്കും നെഗറ്റീവ് തോട്ട് പോകുന്നവർക്കിടയ്ക്ക് പ്രശ്നം വെച്ചാൽ അവർക്കൊരു ക്ലാരിറ്റി, ഒരു ഗോൾ ഇല്ല എന്നുള്ളതാണ്. ഈ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് ധാരാളം പറയും, മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ ധാരാളം പറയും, ഒരുപാട് പറയുന്നതാണ് ഗോൾ സെറ്റിംഗ്. ഇൻഫാക്ട് ഇത് പറഞ്ഞ് അതിന്റെ ഒരു എന്താ പറയുക വാല്യൂ നഷ്ടപ്പെട്ടു പോയോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഗോൾ ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു അത്യാവശ്യ കാര്യമാണ്. അത് 8ാം ക്ലാസ് എത്തുമ്പോഴേ നമുക്ക് കുട്ടികളിൽ കൊടുക്കണം. അപ്പൊ അതിലേക്ക് ഫോക്കസ്, അതിന് വേണ്ടിയിട്ട് അവര് മൈൻഡിനെ സെറ്റ് ചെയ്യാൻ തുടങ്ങും. അത് കുട്ടി വളരുന്നതനുസരിച്ച് വ്യക്തികളിൽ ആ മാറ്റം ഉണ്ടാകും, അതിനുവേണ്ടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങും. ഇത് ചെയ്യാൻ പറ്റാതെ ഇപ്പം ചൈൽഡ്ഹുഡ് കഴിഞ്ഞു അത് യങ്ങായി അഡൾട്ട്ഹുഡിലേക്കൊക്കെ വരുമ്പോൾ ചില ആൾക്കാർ ഇതെല്ലാം ചെയ്ത് ലൈഫിൽ സക്സസ് ആവും, ചിലർക്ക് സക്സസ് ആവാൻ പറ്റുന്നില്ല. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് നെഗറ്റീവ് തോട്ട്സ്, എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി എപ്പോഴാണ് ഞാൻ സക്സസ് ആവുക, ഇങ്ങനെ ഒരു ഫിയർ എലമെന്റ് വരും, ഇൻസെക്യൂരിറ്റി വരും. അപ്പൊ അങ്ങനെ ഉള്ളവർക്കാണ് ഈ നെഗറ്റീവ് തോട്ട്സ് കൂടുതൽ വരുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കാനുള്ള ഏത് കാലത്തും ഏത് വ്യക്തിക്കും എന്തും നേടിയെടുക്കാൻ പറ്റും. കാരണം ഓരോ വ്യക്തിയിലും ആ തരത്തിലുള്ള ഹ്യൂമൻ പൊട്ടൻഷ്യൽ ഉണ്ട്. അത് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഏജ് ഒന്നും ഒരു മാറ്ററേ അല്ല, അത് ജെൻഡർ ഒരു മാറ്റർ അല്ല, ഈവൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും മാറ്റർ അല്ല. മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മതി. അവർക്കൊരു വിൽ പവർ വേണം, മൈൻഡ് സെറ്റ് വേണം, ഒരു വിഷൻ വേണം, ഒരു ഗോൾ വേണം. ആർക്കും എപ്പോഴും അവരുടെ പൊട്ടൻഷ്യൽ അൺലീഷ് ചെയ്ത് സക്സസിലേക്ക് എത്താമെന്നുള്ളതാണ്.